കുഞ്ഞിച്ചോ മിനാസാൻ നാനോ മിഷൻ്റെ എപ്പിസോഡ് 28 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, വീട്ടിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് 3 പേർക്ക് ഒരു താങ്ക്സ് പറയാനുണ്ട്. ആദ്യത്തേത് ശ്രീദേവ് ബ്രോയാണ്, രണ്ടാമത്തേത് നമ്മുടെ വിഷ്ണുനാഥാണ്. ഇവർ രണ്ടുപേരും 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞൊരു താങ്ക്സ് പറയുകയാണ്. പിന്നുള്ളത് നമ്മുടെ ജിത്തുവാണ്, ജിത്തു ജോസഫ് ബ്രോ. എനിക്ക് 100 റുപ്പീസാണ് സൂപ്പർ താങ്ക്സ് ആയിട്ടുള്ളത്. ബ്രോ, ഈ ഒരു സപ്പോർട്ട് ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല. ബ്രോയ്ക്ക് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നാനോ മിഷൻ മാത്രമല്ല കുറേയധികം വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അധികമൊന്നും പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ എനിക്ക് ലൈക്ക് തരാറുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോക്ക് ഒരു 1K ലൈക്ക് ഇട്ടേക്കണം കേട്ടോ. സോ നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ആ ഒരു ഗ്രേറ്റ് ആയുള്ള ഡ്രിൽ ഹാളാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം രാവിലെ 10 മണിയായിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ അത്യാവശ്യം കോൺഫിഡൻസോട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ഇയോൺ പറയും ചെയ്യും, ഇതെന്തായാലും നന്നായി, അവരെല്ലാവരും അത് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തുകൊണ്ട് ഞാനും കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇത് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുണ്ട്. കാര്യം 15 മിനിറ്റോളമായി ഞങ്ങളിവിടേക്ക് വന്നിട്ട്, നോർമലി പ്രൊഫസേഴ്സാണ് ആദ്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയത്. നോക്കാൻ നേരത്ത് 3 പ്രൊഫസേഴ്സ് 3 പേരെ അവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. മുന്നിലേക്ക് നേരെ നോക്കി നടക്കാൻ മേലെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടേക്ക് വഴക്കിടുന്നുണ്ടായിരുന്നു. അല്ല, ഇതെന്താണ്, ഇവരെല്ലാവരും പ്രിസണേഴ്സ് ആണോ? പെട്ടെന്നാണ് ബേക്ക് അവിടേക്ക് വന്നിട്ട് പറയുന്നത്, കഴിഞ്ഞ 20 ദിവസം നിങ്ങൾ ഈ ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ ഫോർ ദി ഡിമോണിക് എന്ന് അവരെല്ലാവരും ഉച്ചത്തി അലറേഞ്ച് ചെയ്യും. എന്തായാലും തുടങ്ങുന്നതിന് മുമ്പ് അവസാന നിമിഷം നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. അവസാന നിമിഷം മാറ്റങ്ങളോ? ഇത് ഇത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പം അതിനുവേണ്ടിയാണ് പ്രിസണേഴ്സിനൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവരുടെ ഒരു കൂട്ടം ഷോട്ട്സ് അവിടെ കൊണ്ട് കുടഞ്ഞിടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ഷോട്ട് ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫസേഴ്സിനെ ഡിഫീറ്റ് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ആ സെയിം ഫോർമേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനിമീനെ നിങ്ങൾ ഡിഫീറ്റ് ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഇവരെല്ലാവരും നമ്മുടെ പ്രിസണേഴ്സ് ആണ്. പലരും റൈച്ചസ് ആൻഡ് ഈവിൽ ഫാക്ഷനിൽ നിന്നുള്ളവരാണ്. ഇവരെ നിങ്ങൾ ഡിഫീറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു എക്സാമിനേഷൻ പാസ്സാകാനായിട്ട് ഇവരെ കൊല്ലുകയും വേണം. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിയൽ ലൈഫ് കോമ്പാറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്നിവിടെ കിട്ടാനായിട്ട് പോകുന്നത്. അതേപോലെ നിങ്ങളാണ് ഇവിടെ ഡിഫീറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ അവർക്ക് ഇവിടുന്ന് സ്വതന്ത്രമായിട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് അൺനെസസറി ഉള്ള സിമ്പതി ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മരണത്തിലേക്ക് നിങ്ങളെ നയിക്കത്തുള്ളൂ. ഇതെല്ലാം കേട്ടപ്പോൾ അവരെല്ലാവരും ഒന്ന് പേടിക്കാനായിട്ട് തുടങ്ങി. ഗ്യൂക്ക് മാത്രമല്ല, എല്ലാവരും നന്നായിട്ട് തന്നെ പേടിച്ചിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതങ്ങനെ ഒരു അവസ്ഥയാണല്ലോ. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച്. സ്റ്റുഡന്റ് 700 ചാക്ക് സമ, നിങ്ങളുടെ ഗ്രൂപ്പ് ആയിരിക്കും ആദ്യം മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഫോർ ദി ഡിമോണിക് എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിലേക്ക് വരികയും ചെയ്യും. നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ, പ്രിസണേഴ്സിന്റെ പ്രഷർ പോയിന്റ് ഇപ്പോൾ റിലീസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രഷർ പോയിന്റ് റിലീസ് ആയിട്ട് അവന്റെ മുഖത്ത് നിന്ന് ആ ഒരു മാസ്ക് വലിച്ചൂരുകയും ചെയ്യും. അവൻ പതുക്കെ കണ്ണു തുറന്ന് നോക്കാതെ തന്നെ ബേക്ക് പറയുകയും ചെയ്യും, മത്സരം തുടങ്ങട്ടെ. പിന്നെ കാണിക്കുന്നത് അവന്റെ ചുറ്റിനും പല പല കുട്ടികൾ നിൽക്കുന്നതാണ്. അല്ല, ഇതെന്താണ് എന്നോട് പറഞ്ഞത്? ഞാൻ ഒരു ഷോർട്ട് ഫോർമേഷൻ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാവുന്നതാണല്ലോ. പക്ഷേ ഇതെല്ലാം കുട്ടികളാണല്ലോ. പെട്ടെന്ന് ചാക പറയുകയും ചെയ്യും, തേർഡ് ഫോർമേഷൻ. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു തേർഡ് ഫോർമേഷൻ യൂസ് കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്തിട്ട് വരും. കോപ്പ്, ഇവർ കംപ്ലീറ്റ്ലി സീരിയസ് ആണല്ലോ. അവരെന്തായാലും നന്നായിട്ട് തന്നെ ആ ഒരു ടെക്നിക്ക് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം തന്നെ അറ്റാക്കും മറ്റേ സമയം അവർ ഡിഫെൻഡും ചെയ്യുന്നുണ്ട്. എന്തായാലും മാനുവൽ നോക്കി ഇത് പഠിക്കാൻ പറ്റുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഈ സമയത്ത് തന്നെ ആ ഒരു തടവുപുള്ളിയായിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ടൈമിലും പുറകിൽ നിന്ന് പലരും അറ്റാക്ക് ചെയ്തു. അവൻ്റെ ശരീരത്തിൽ പല പല മുറിവുകളും ഉണ്ടാക്കി. കോപ്പ്, കുറേ നാളായിട്ട് ശരീരം അനങ്ങാത്തോണ്ട് എൻ്റെ ഫോംസ് ഒന്നും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയത്ത് തന്നെ ചാക്ക് പറയാൻ ചെയ്യും, ഇതാണ് കിട്ടിയ ചാൻസ്, എത്രയും പെട്ടെന്ന് സെക്കൻഡ് ഫോർമേഷനിലേക്ക് മാറുമെന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുള്ള 2 പേരെ കൂട്ടിയിടിച്ചത്. അത് ഒരു ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് തന്നെ അവിടെയുള്ള ഒരു തന്നെ ആ ഒരു പ്രിസണർ അറ്റാക്ക് ചെയ്തിട്ട് വരും. അവൻ്റെ കഴുത്തിൻ്റെ തൊട്ട് സൈഡിൽ ആ ഒരു സോടെത്തി. പക്ഷേ പെട്ടെന്നായിരുന്നു അവൻ തന്നെ അവിടെ നിർത്തിയത്. അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്ത അടുത്ത സെക്കൻഡ് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പല പല സ്റ്റോട്ട്സും കുത്തിയിറങ്ങി. ചോരയൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് അദ്ദേഹം അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരേപോലെ ദേഷ്യവും അതേപോലെ സഹതാവും സങ്കടവും കാണാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം നിലത്തേക്ക് വീണു. ഞാൻ ഒരാളെ കൊന്നിരിക്കുന്നു. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും ആർത്തുല്ലസിക്കാനായിട്ട് തുടങ്ങി. കോപ്പ്, ഇതെന്താണ്? ഒരാളെ കൊന്നുകഴിയുന്നിടത്താണ് ഇങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്നത്. ഗ്രൂപ്പ് ലീഡർ 700 കൺഗ്രാറ്റുലേഷൻസ്. അതേപോലെ സ്റ്റുഡൻറ്റ് 93 147 217 803 912 ആൻഡ് 983 നിങ്ങളെല്ലാവരും പാസ്സായിരിക്കുന്നു. നിങ്ങൾ 7 പേരാണ് ഇത്തവണ ഒഫീഷ്യലി പാസ്സായിട്ടുള്ളത്. അല്ല, 7 പേരോ?
അല്ല അതെന്താണ് നമ്മൾ കൂട്ടിമുട്ടിയതുകൊണ്ടാണോ? അപ്പോൾ ഇതിനെപ്പറ്റിയായിരുന്നു അവർ ആദ്യം തന്നെ പറഞ്ഞത്. ഇതൊരു ഗ്രൂപ്പ് എക്സാമിനേഷൻ ആണെങ്കിൽ കൂടിയും ഓരോരുത്തരുടെ ഇൻഡിവിജ്വലുള്ള എഫർട്സ് ആയിരിക്കും അവർ നോക്കുന്നത്. അടുത്തത് മുഗിയും ചിയോന്റെ ഗ്രൂപ്പായിരുന്നു. അവർക്ക് കിട്ടിയത് ഈവൽ ഫാക്ഷനിൽ നിന്നുള്ള ഒരു സ്കില്ലുള്ള മാർഷൽ ആർട്ടിസ്റ്റിനെയായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹമായിട്ട് അവരുടെ ഫുൾ ഫോർമേഷൻ തന്നെ തെറ്റിച്ചു. അതുമാത്രമല്ല അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ കൈ മുറിച്ചെടുത്തു. എന്നാൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഫിഫ്ത്ത് ഫോർമേഷനിലേക്ക് ഡിഫൻസീവ് മോഡിലേക്ക് മാറിയെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ശക്തി അത്യാവശ്യം നന്നായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കൊല്ലാൻ പേടിച്ചിരുന്ന എല്ലാവരുടെയും പേടിനെ അദ്ദേഹം നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമായിട്ട് കറക്റ്റ് സമയത്തിന് വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. അദ്ദേഹം ഗാർഡ് ഡ്രോപ്പ് ചെയ്ത അടുത്ത സെക്കൻഡ് തന്നെ അവൻ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്തു. അതുകൂടാതെ അവന്റെ ബാക്കിയുള്ള സെറ്റ്സിലെ ബാക്കിയുള്ള കുട്ടികളും കൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 6 പേര് മാത്രമേ പാസ്സായിട്ടുള്ളൂ. ആ പാസ്സായാൽ മുഖ്യം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായുള്ള സ്റ്റുഡന്റ് 18 ജയ്ഹ്യോം അവിടെ പാസ്സായില്ല. അതിനുശേഷം 5ഓളം ഗ്രൂപ്പ്സ് വന്നു. അവരെല്ലാവരും അവരുടെ ജീവന് വേണ്ടി അവിടെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഷാഡോ സെറ്റിൽ നിന്നുള്ള മുയൻ ചിയോന്റെ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ എല്ലാ മെമ്പേഴ്സും പാസ്സായിട്ടുള്ളത്. ഇതുവരെ എന്തായാലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അടുത്തത് അവനാണ്. അവർക്ക് ആർക്കും എന്തായാലും ഒട്ടും തന്നെ ക്ഷമയില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, 2 മൈൻഡ് പ്രീസ്റ്റിന്റെ കാര്യത്തിലല്ലേ അവൻ തീരുമാനമാക്കിയത്. ഒരാളുടെ ലോവർ അബ്ഡോമിനും ഒരാളുടെ കൈയുമല്ലേ അവൻ മുറിച്ചെടുത്തത്. റൂൾ ബ്രേക്ക് ചെയ്യാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്കറിയാമായിരുന്നു അത് ഇതാണ് ചാൻസ് എന്ന്. പക്ഷേ എന്തായാലും അവർ വിചാരിച്ചതുപോലെ ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്തത് സ്റ്റുഡൻസ് 7 ഇയോൺഷിയുടെ ഗ്രൂപ്പാണ്. അവരാട്ടെ മുന്നിലേക്ക് നടക്കുകയും ചെയ്തു. ഈ സമയത്താട്ടെ നമ്മുടെ ഹ്യോബങ് പറയുകയും ചെയ്യും, കോപ്പ് നമ്മൾ പെട്ടത് തന്നെ. കാര്യം അവർക്ക് കിട്ടിയിരുന്ന എതിരാളി എന്ന് പറയുന്നത് അവിടെ പ്രഷർ പോയിന്റ് റിലീസാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ദേഷ്യം നന്നായിട്ട് തന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രഷർ പോയിന്റ് ഒക്കെ റിലീസാകുന്ന സമയത്ത് തന്നെ പുള്ളിക്കാൻ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ശരിക്കും സ്ട്രേഞ്ചാണ്. അദ്ദേഹം ആരെ തിരയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് തന്നെ പെട്ടെന്ന് പ്രൊഫസർ ഹോ പറയുകയും ചെയ്യും, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈവൻ പ്രൊഫസർ ഹോയും എന്നെ വാൺ ചെയ്യുന്നു. ഇതിലെന്തോ പ്രശ്നമുണ്ട്. മത്സരം തുടങ്ങേണ്ടത് ഉണർത്ത് അവരെല്ലാവരും റെഡി ആയിട്ട് നിപ്പോണ്ട്. പക്ഷേ അദ്ദേഹമായിട്ട് അവിടുന്ന് ചലിച്ചത് പോലുമില്ല. ഇനിഷ്യലുള്ള ഫസ്റ്റ് ഫോമിലേക്ക് അദ്ദേഹം പോയതിനു ശേഷം അവിടെ തന്നെ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഇദ്ദേഹത്തിന് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടോ ഞങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? അപ്പം തന്നെ ഇവൻ പറയുകയും ചെയ്യും, 4th ഫോർമേഷനിലേക്ക് പോ. പക്ഷേ പെട്ടെന്നാണ് അവൻ തിരിഞ്ഞ് ഇയോനെ നോക്കിയത്. നിന്നെ കണ്ടുപിടിച്ചടാ. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവനാട്ടെ അവരുടെ എല്ലാവരുടെ അറ്റാക്ക് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. കോപ്പ് ഇവൻ ഇത്രയധികം സ്ട്രോങ്ങർ ആയിരുന്നോ? അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ സോണിൻ്റെ ആ ഒരു എനർജി അവിടെ കാണാൻ സാധിച്ചു. ഈ സമയത്ത് ബാക്കിയുള്ള പിള്ളേർ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അവൻ തിരിച്ച് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നേരത്തെ തന്നെ അവരുടെ സോഴ്സും കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോവുകയും ചെയ്യും. പെട്ടെന്ന് ബേഗ് അവിടുന്ന് ഞെട്ടിണീച്ചു. അല്ല, ആ സോഡ് ബ്രേക്ക് ആവേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഇത് ഇങ്ങനെ വരാൻ വഴിയില്ല. അവൻ എന്തായാലും ഒരു മേയറുള്ള അസെൻഡർ ലെവൽ മാസ്റ്റർ അല്ല. ഈ സമയത്ത് ബേഗ്ജിക്കും വാങ്ങിനൊരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തോന്നും ശരിയല്ലെന്ന്. പെട്ടെന്നാണ് പ്രൊഫസർ ഹോ പറഞ്ഞത്, മത്സരം ഉടനടി നിർത്താൻ നോക്ക്. ഇയോൺഷിയൻ നിങ്ങളുടെ ഗ്രൂപ്പ് ബാക്കിലേക്ക് മാറ്. അവൻ എന്തായാലും ഒരു ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവലല്ല. ഇനി ഇത് വിട്ടു കളഞ്ഞാൽ അത് ശരിക്കും ഡേഞ്ചറസ് ആയി മാറുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടേക്ക് പോകാൻ പോയപ്പോഴാണ് ഒരുത്തൻ്റെ കഴുത്തിന് കയറി ആ ഒരു പ്രൊഫസർ പിടിച്ചത്. എന്നിട്ട് എന്നെ തൂക്കിയെടുത്ത് പ്രൊഫസർ ഹോ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എറിയുകയും ചെയ്യും. പ്രൊഫസർ ഹോ ആയിട്ട് അവനെ പിടിക്കുന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് ശരിക്കും തന്നെ മാറുന്നുണ്ട്. ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ മാസ്റ്ററിന്റെ ബിഗിനിങ് സ്റ്റേജിലാണുള്ളത്. എന്നിട്ട് പോലും അവൻ ഇത്രയധികം പവറോ, ഞാൻ ബാക്കിലേക്ക് ഇത്രയധികം പുഷ് ചെയ്യപ്പെട്ടോ എന്ന് പറയുന്നിടത്ത് അവൻ കുറച്ചുകൂടെ ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സമയത്താണ് ബാക്കിയുള്ള പിള്ളേർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അല്ല, അത് ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് അല്ലേ? ഇനി എന്തായാലും എൻ്റെ മുമ്പിലെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി നിന്നെ കൊല്ലാനുള്ള സമയമായിരിക്കുന്നു. ഈ സമയത്ത് ഇയോണട്ടെ അവിടെ അവൻ്റെ എതിരെ നിപ്പുണ്ടായിരുന്നു. അല്ല, അവനൊരു വെറും അസെൻഡഡ് മാസ്റ്റർ ലെവലിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണുള്ളത്. എന്നിട്ട് ഞാൻ അവനെ കൊല്ലുമെന്നും കൂടെ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഭയം ഉള്ളിൽ കാണിക്കാതെ അവൻ എൻ്റെ കണ്ണിലേക്ക് എന്നെ തുറച്ചു നോക്കുന്നു. സോ ഇതെല്ലാം അവരുടെ പ്ലാനാണല്ലേ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഇവൻ്റെ നേരെ അറ്റാക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. മൈലോഡ് സൂക്ഷിച്ചെന്ന് പറയാൻ നിർത്ത്. അവൻ്റെ ഒരു അറ്റാക്ക് ഇവൻ്റെ തൊട്ടടുത്ത് വരുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് ഇവൻ പറയുന്നത്, നീ തൽക്കാലം നിന്നെ വായടക്കാൻ നോക്ക്. അടുത്ത സെക്കൻഡിൽ തന്നെ ഇയോൻ്റെ ആ ഒരു ഫസ്റ്റ് ഫോം ഡിമോണിക് സോഡാക്ടിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്ത് അവനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മുറിച്ച് താഴെ ഇടുന്നുണ്ട്. കണ്ടു നിന്ന എല്ലാവർക്കും അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇവൻ മുഖിയവും പറയുന്നുണ്ട്, ഇവൻ ശരിക്കും ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുന്നു. കോപ്പ് എനിക്ക് ആഴത്തിലുള്ള മുറിവുകൾ കൊടുക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല പെട്ടെന്നാണ് അവൻ എൻ്റെ കൈകൾ ചലിക്കാനായിട്ട് തുടങ്ങിയത്. എനിക്കറിയാമായിരുന്നു. ഈ സമയത്ത് അവൻ വീണ്ടും പൂർണ്ണാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. നീ മരിച്ചെന്ന് കൂട്ടിക്കോ, നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞിട്ട്
അവൻ ഉച്ചത്തിക്കിടന്ന് അലറാനായിട്ട് തുടങ്ങി. ആ ഒരു ശബ്ദം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ പലരുടെ ബോധം വരെ കെടുത്തി. മാസ്റ്റർ ഹൈ ആൻഡ് ലോ ഉള്ള ഫ്രീക്വൻസി സൗണ്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ കേൾവി ശക്തി തൽക്കാലത്തേക്ക് കുറയ്ക്കുന്നു. നീ എൻ്റെ ബീസ്റ്റ്ലി റോറ് കേട്ടിട്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നിന്നെ ഞാൻ ഇവിടെ തന്നെ കൊല്ലണം. അല്ലെങ്കിൽ അതൊക്കെ തൽക്കാലം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്താൽ പോരെന്ന് പറഞ്ഞിടത്ത് ആ ഒരു പ്രിസണറായിട്ട് അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവിടേക്ക് ചാടി വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചത്. പിന്നെ കാണുന്നത് അവൻ്റെ കൈ തെറിച്ച് മുകളിലേക്ക് പോകുന്നതാണ്. ഇവനോട്ടെ ഞെട്ടിത്തെറിച്ചു പോയി. ഈവൻ ആ ഒരു പ്രിസണറും. അതേസമയം തന്നെ നമ്മുടെ സർ സിയോപങ് പറയുകയും ചെയ്യും, നീ ആരാടാ നായെ എൻ്റെ ശിഷ്യൻ്റെ മേത്ത് കൈവെക്കാനായിട്ട്? സർ സിയോപങ് ഈ സമയത്ത് തന്നെ ചോരയെ കുളിപ്പിച്ചിട്ടുണ്ട്. അവൻ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. കോപ്പ്, നീ എന്തിനാണ് ഇടക്കരുന്ന് കൊണ്ട് പെട്ടെന്ന് അവനെയും അറ്റാക്ക് ചെയ്തിട്ട് വന്നു. സർ സിയോപങ് സൂക്ഷിച്ചു വേണം, എനിക്ക് ഓർഡർ കിട്ടിയത് നിന്നെ സൂക്ഷിച്ചും കണ്ട് അവിടേക്ക് എത്തിക്കാനാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് പുള്ളിക്കാരൻ ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നത് ആ ഒരു പ്രിസണറിൻ്റെ ശരീരഭാഗം മുഴുവൻ മുറിഞ്ഞ് രക്തമൊക്കെ താഴത്തേക്ക് വീഴുന്നതാണ്. തൻ്റെ ഉള്ള ശക്തി നഷ്ടപ്പെട്ടിട്ട് ആ ഒരു പ്രിസണർ മുട്ടുകുത്തി നേരെ താഴത്തേക്ക് വീണു. ഇതെല്ലാം കേട്ട് നിന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ശരീരത്തിലുള്ള എല്ലാ ടെൻഡോൺസും സർ സിയോപങ് മുറിച്ച് കളഞ്ഞിരിക്കുന്നു. സോ ഒരു ജെനസിസ് മാസ്റ്റർ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലേ? നാനോ ക്രിയേറ്റ് ചെയ്ത അജ്യൂമെൻ്റൽ റിയാലിറ്റി മൂലം ആ ഒരു അവതാരണം വെച്ച് നോക്കാത്ത സർ സിയോപങ് 2 ഇരട്ടിയോളം സ്ട്രോങ്ങറാണ്. കോപ്പ്, എൻ്റെ ശരീരം അനങ്ങുന്നില്ലല്ലോ, ഇനി മറ്റു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ തലയിൽ കയറി സർ സിയോപങ് പിടിച്ചത്. എന്താടാ നീ നിൻ്റെ ഇന്റേണൽ പവേഴ്സ് തിരിച്ച് ഫ്ലോ ചെയ്തുകൊണ്ട് ഇവിടെ പൊട്ടിത്തെറിക്കാൻ നോക്കുവാണ്? അതിനുള്ള പെർമിഷൻ നിനക്കില്ലെന്നുകൊണ്ട് അവനായിട്ട് ഒരു ഇന്റേണൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ബോധം നഷ്ടപ്പെട്ട് നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്തു. ഇതേപോലുള്ള ചെറിയമാരുടെ കാര്യത്തിൽ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്തല്ലോ. നീ എന്താണ് ഈ പറഞ്ഞത്? നീ അവിടെ ഒരുത്തരം ഡിഫീറ്റ് ചെയ്തപ്പോൾ ഞാനിവിടെ എത്ര പേരെ ഡിഫീറ്റ് ചെയ്തെന്ന് നോക്കടാ കള്ളു കൂടിയാ. എൻ്റെ പൊന്നെ, അവൻ 7 പേരാണ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ ശരിക്കും മനുഷ്യർ തന്നെയാണോ? സോ ഇതാണല്ലേ ഒരു ജെനസിസ് മാസ്റ്ററിൻ്റെ പവർ. എന്തെങ്കിലും ആകട്ടെ, വെറുതെ നിനക്ക് പെണ്ണുപോലും കിട്ടാത്ത നിൻ്റെ ഈ സ്വഭാവം കാരണമാണ്. അടുത്ത സെക്കൻഡിലാണ് കുറേ പേര് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അല്ല, അത് ഇവരൊക്കെ ആരാണ്? ഇവരെവിടെ നിന്നാണ് പെട്ടെന്ന് വന്നത്? എടാ പൊട്ടുമാരെ, നിനക്കറിഞ്ഞൂടെ? അവരാണ് പെട്രേച്ചിന്റെ റോയൽ ബോഡി ഗാർഡിന്റെ ഡിവിഷൻ. അത് മാത്രമല്ല, അവരെ കമ്പയർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല ഒരു അസൻഡർ മാസ്റ്ററുമായിട്ട്. ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ചെയ്ത എല്ലാവരെയും പിടിച്ചു കിട്ടിയേക്ക്. അവരെ സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകണം. ഗ്രീറ്റിംഗ് സർ സിയോപങ്. ശിഷ്യ, നീ എന്തായാലും ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ, അവസാനം വെച്ച് കണ്ടു വെച്ച് നോക്കാൻ നേരത്ത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ പഠിപ്പിച്ചെന്ന ആ ഒരു ഡാൻസിംഗ് ബട്ടർഫ്ലൈ ടെക്നിക്കെങ്കിലും നിനക്ക് യൂസ് ചെയ്യായിരുന്നു. അല്ല, നീ എവിടുന്നാണ് ആ ഒരു ഷോർട്ട് ടെക്നിക്ക്? തൽക്കാലം അതിനെപ്പറ്റി പുറത്ത് പറയാൻ നിൽക്കണ്ട, ബാക്കിയുള്ളവർ അറിയാത്തതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ എക്സാമിനേഷൻ തീർന്നിട്ടില്ല, മൊജാത്തൊക്കെ ഇറങ്ങി പോകാൻ നോക്കടാ. എന്തായാലും കുറേ പേര് ഇവിടെ നിൽപ്പുണ്ട്. തൽക്കാലം ഞാൻ പോകുവാണ്, ഗുഡ് ബൈ. പിന്നെ നിന്റെ അടുത്തൊരു എക്സാമിനേഷൻ വേണ്ടി ഞാൻ ഗുഡ് ലക്ക് നേരുന്നു. താങ്ക് യു സാർ. പിന്നെ കാണിക്കുന്നത് അവൻ നേരെ അവിടേക്ക് പോകുന്നതാണ്. അടുത്ത കുറച്ച് വർഷത്തേക്ക് എനിക്ക് താങ്കളെ കാണാൻ പറ്റത്തില്ലെന്നറിയാം, പക്ഷേ താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾ തിരിച്ചു വരാൻ നേരത്ത് ഞാൻ ഉറപ്പായിട്ടും മൈൻഡർ പ്രീസ്റ്റ്ഹുഡ് വിജയിച്ചിരിക്കും സർ സിയോപങ്. പിന്നെ കാണിക്കുന്നത് അവൻ നേരെ അതിനെ പുറത്ത് വന്ന് ഇറങ്ങി നിൽക്കുന്നതാണ്. തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയും ചെയ്യും, പെട്രേച്ച് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ സ്വന്തം മകനായുള്ള ഇയോനെ തന്നെ ഒരു ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ മകനായിട്ടല്ല പകരം എന്തെങ്കിലും ടൂളായിട്ടായിരിക്കും അദ്ദേഹം കാണുന്നത്. പിന്നെ ഞാൻ ഒളിച്ചിരുന്നതുകൊണ്ട് എനിക്കത് നന്നായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ടെക്നിക്ക് അതെന്തായാലും പെട്രേച്ച് യൂസ് ചെയ്യുന്ന ഡിമോണിക് ലോട്ടായിട്ടോട്ട് ശരിക്കും ഫെമിലിയർ ആണ്. പിന്നെ ചുമല തലയാണ്, അതിനെന്തോക്കെ അറിയാം. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ തലയിടാത്തായിരിക്കും നല്ലത്. സമയമുണ്ടല്ലോ. പിന്നെ ഹീറോണാണെങ്കിൽ അവൻ എന്തായാലും ഈ ഒരു ഡിമോണിക് കൾട്ട് തിരുത്തി എഴുതുന്നതിൽ ഒരു ഡൗട്ടുമില്ല. എന്തായാലും ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ ഇനി തിരിച്ച് സോർട്ട് സെക്ടറിന്റെ മാനുവലിലേക്ക് പോയാലെന്ന് പറയുന്നിടത്ത് അവരെല്ലാവരും ഒരേപോലെ ഉച്ചത്തി പറയും ചെയ്യാം, യെസ് സാർ. മാച്ചി, നീ ഓക്കെ അല്ലേ? ആടാ ഓക്കെയാണ്. പ്രൊഫസർ പിടിച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക്കിൽ വെച്ചുകൊണ്ട് അവരെനിക്കേറെ ഒരു അറ്റാക്ക്, ഇതൊട്ട് ഞാൻ പ്രതീക്ഷിച്ച കാര്യമില്ല. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡായിട്ടുള്ള ബോഡി ഗാർഡ്സ് ഇവിടേക്ക് ഉണ്ടായിരുന്നു. അതിനർത്ഥം ഇത് പെട്രേച്ച് അറിഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ്. സാർ സിയോപങ്ങട്ടെ ഇതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു. അതിനർത്ഥം ഞാൻ വെറും ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്തിന്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും അദ്ദേഹം ഒരിക്കൽ പോലും അവിടേക്ക് വന്നിരുന്നില്ല. എൻ്റെ അമ്മക്കാണെങ്കിൽ അദ്ദേഹത്തിനുള്ള സ്നേഹം അത് അളവിൽ കൂടുതലുമായിരുന്നു. പാവം എൻ്റെ അമ്മ മൈക്രോ ടോക്സിൻസ് കാരണം നീറി മരിച്ചിട്ട് പോലും അദ്ദേഹം എൻ്റെ അമ്മേനെ മേറുള്ളൊരു പപ്പറ്റ്സിനെ പോലെയാണ് താങ്കൾ കണ്ടിട്ടുള്ളെങ്കിൽ താങ്കൾക്ക് തെറ്റി.
താങ്കൾ ഉറപ്പായിട്ടും അത് റിഗ്രറ്റ് ചെയ്യും. ഈ സമയത്ത് ബേക്ക് അവിടെ നിപ്പുണ്ടായിരുന്നു. മ്യൂസീഷ്യൻ സെറ്റിലെ ആദ്യത്തെ എക്സാമിനേഷന് പ്രശ്നമുണ്ടാക്കിയ സുയോ ഹാങ്ങിന് എന്തായാലും 1 വർഷത്തേക്ക് ഹൗസ് അറസ്റ്റ് നേരിടുന്നുണ്ട്. പിന്നെ പോയിസൺ സെക്ടിന്റെ ലീഡറായുള്ള ബേക്കിന് എന്തായാലും 2 വർഷത്തേക്ക് തടവുള്ളിയായിട്ട് വെച്ചിരിക്കുമായിരുന്നു. പെർമിഷൻ ഇല്ലാതെ അക്കാഡമിയിൽ കയറിയോണ്ടും ഈ എന്നെ പോയിസൺ ചെയ്തുകൊണ്ടും. പക്ഷേ പലരും തന്നെ ഇപ്പൊ ബ്ലഡ് റിവേഴ്സൽ ആർട്ടായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നു. സോഡ് സെക്ടിന്റെ 2 ഷാഡോ സെറ്റിനാണ് എന്തായാലും ബ്ലഡ് റിവേഴ്സൽ ആർട്ടുള്ള ഡയറക്റ്റ് കണക്ഷനുള്ളതെന്ന് കണ്ടുപിടുത്തിയിരിക്കുന്നു. എങ്കിൽ കൂടിയും അവര് ഇയോന്റെ വളർച്ച കാണർത്ത് അവർക്കുള്ളിൽ എന്തായാലും ഒരു പേടി ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല ലേഡി ഹ പോയിസൺ ചെയ്ത് മാറുന്നതിന് ശേഷം ഇതുവരെ പിന്നെ ഒന്നും മര്യാദക്ക് നടന്നിട്ടുമില്ല. ഇയോൻ ചിയോൺ നിങ്ങളുടെ ഗ്രൂപ്പ് പെർഫെക്റ്റ്ലി തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങളെല്ലാവരും പാസ്സായെന്നാണ്. പിന്നെ എക്സാമിനേഷൻ്റെ ഇടയിൽ പല പല പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് ഇനിയുള്ള ഗ്രൂപ്പിന് എന്തായാലും പ്രൊഫസേഴ്സായിട്ട് മാത്രം ഫൈറ്റ് ചെയ്താൽ മതി. അയ്യോ കോപ്പ്, നമ്മളാണല്ലോ അപ്പോൾ ശരിക്കും അൺലക്കിയുള്ള ആൾക്കാർ. എന്തിനായിരുന്നു പണ്ടാരം പിടിക്കാനായിട്ട്? പക്ഷേ ഹിയോബോങ് പറഞ്ഞതുപോലെ അതത്ര നിസ്സാരമല്ലായിരുന്നു, അത് അൺലക്കിയോ അല്ലായിരുന്നു. കാര്യം പ്രൊഫസേഴ്സിന് എല്ലാവർക്കും ഈ ഒരു സോട്ട് ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊട്ടും നിസ്സാരമായി അതിനെടുത്തില്ല. മൊത്തം 206 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതിൻ്റെ അത് വെറും 120 പേര് മാത്രമാണ് ആ ഒരു എക്സാമിനേഷൻ പാസ്സായത്. ഈവൻ ഇയോന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അവൻ്റെ ലോയൽറ്റി കണ്ട് മാത്രം വന്നവരാണ്. അതിൽ 72 പേരിൽ 38 പേരും മാർഷൽ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫെയിലായി. തേർഡ് എക്സാമിനേഷൻ പാസ്സായ എല്ലാവർക്കും നിങ്ങളുടേതായ കൺഗ്രാജുലേഷൻസ്. നിങ്ങളിപ്പോൾ ഡിമോണിക് കൾട്ടിലെ ഒരു ഹയർ വാരിയേഴ്സായി മാറിയിരിക്കുന്നു. എക്സാമിനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും സബ്മിറ്റ് ചെയ്തിട്ടുള്ള വെപ്പൺസ് ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ ദി ഡിമോണിക് വേ. പിന്നെ കാണിക്കുന്നത് ആ ഒരു ബാഡ്ജാണ്. അവസാനം എനിക്കൊരു ഹയർ വാരിയർ മെഡൽ കിട്ടിയിരിക്കുന്നു. ഈ സമയത്ത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവരുടേതായ വെപ്പൺസും കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ പൊന്നുമോളെ ഇത്ര നാളായി നിന്നെ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സാങ്ങാട്ടെ അവളുടെ കയ്യിലുണ്ടെന്ന വെപ്പനെ കെട്ടിപ്പിടിച്ച് കൊടുത്തോണ്ടിരിക്കുവാണ്. അല്ല, ആ ഒരു വെപ്പൻ അവൾ മോളെന്നല്ലേ ഇപ്പോൾ വിളിച്ചത്? സ്വന്തമായി വെപ്പൺസ് ഇല്ലാത്തവർ ഇവിടേക്ക് വരാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു സ്പെഷ്യൽ വെപ്പണും കിട്ടും. സാർ സിയോപങ് പറഞ്ഞ പോലെ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിന്റെ ഫുൾ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേത് പരമായുള്ള ഒരു ബ്ലേഡ് അല്ലെങ്കിൽ സ്പെഷ്യലുള്ള വെപ്പൺ ആവശ്യമാണ്. ഈ സമയത്ത് തന്നെ ബേക്ക് വീണ്ടും ഒരു വലിയൊരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഇവിടേക്ക് വന്നപ്പോൾ വെറും കുറച്ച് പിള്ളേർ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ വിലയാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അടുത്ത എക്സാമിനേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാനിവിടെ അനൗൺസ് ചെയ്യാനായിട്ട് പോകുവാണ്. 4th എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സമയമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും 4th എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. അതായത് 4 വർഷം കഴിഞ്ഞാൽ നിർത്തായാലും ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 4 വർഷം അക്കാഡമിക് ടൈമല്ലേ? അതിനർത്ഥം അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നാണോ? പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതത്ര ഡിഫിക്കൽട്ടായുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ മുമ്പിലുള്ള ഈ പ്രൊഫസേഴ്സിനെ കണ്ടോ? അവരെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇത്തവണ അവരുടേതായ മാർഷൽ ആർട്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇവരെ വീണ്ടും ഡിഫീറ്റ് ചെയ്യണമെന്നോ? ഈവൻ ആ ഒരു ഒറ്റ സോട്ട് ടെക്നിക്ക് മാത്രം യൂസ് ചെയ്തിട്ട് തന്നെ പല ഗ്രൂപ്പോ അവരുടെ ഫ്രണ്ടിൽ പതറി. ആ ടൈമിൽ ഇനി ഒറ്റക്ക് ഒരാൾ ഡിഫീറ്റ് ചെയ്യണമെന്നോ? ഇതെന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ഒരു പ്രൊഫസറിനെ ഒറ്റക്ക് ഡിഫീറ്റ് ചെയ്യണം. അതിനർത്ഥം ഒരാളെന്തായാലും ഒരു അസൻഡന്റ് മാസ്റ്റർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കണം. സ്വന്തമായിട്ടുള്ള എനർജി അവേക്കൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്തവരെ ഒരു അസൻഡന്റ് മാസ്റ്ററെ മാറാനും സാധിക്കത്തില്ല. പിന്നെ നിങ്ങൾ ആദ്യം വന്നപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാണ്. ഒരു വട്ടം നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ എന്നേക്കുമായി ഇവിടുന്ന് പുറത്താകുന്നതായിരിക്കും. 4th എക്സാമിനേഷനെ പറ്റി അത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ എൻ്റെ ബെസ്റ്റ് ലക്ക് തരുന്നു. ഡിസ്മിസ് ഫോർ ദി ഡിമോണിക് വേ. പിന്നെ കാണിക്കുന്നത് അവിടെ കുറച്ച് പേർ നിൽക്കുന്നതാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ എല്ലാവരും തന്നെ നോക്കാൻ സാധിച്ചില്ല. മൈലോഡ്, അതൊരിക്കലും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ എന്തായാലും താങ്കളുടെ കൂടെ തന്നെ മൈൻഡ് പ്രീസിനുള്ള മത്സരത്തിന് വേണ്ടി പിന്നിൽ തന്നെയുണ്ട്. അതുമാത്രമല്ല അക്കാഡമിയുടെ പുറത്ത് ഞങ്ങൾ താങ്കളെ കാത്തിരിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വരുന്നതായിരുന്നു. സ്റ്റുഡൻറ് 7 പെട്ടെന്നാണ് ഒരാൾ അവനെ വിളിക്കുന്നത്. അവനാട്ടെ തിരിച്ചു നോക്കുകയും ചെയ്യും. അല്ല, പ്രൊഫസർ സാങ്ങോ? ആ സമയത്ത് ഹിയോബോങ് പറയും ചെയ്യും. അല്ല, ഇത് നമ്മുടെ ലോഡ് നിന്റെ എല്ലൊടിച്ച ആ ഒരു പ്രൊഫസറല്ലേ? ഇവൻ പുറത്തിറങ്ങിയോ? ഇയാളെ ഒന്ന് പതുക്കെ പറയടാ. എന്നെ പുറകെ മെയിൻ ആനക്സിലേക്ക് വരാനായിട്ട് നോക്ക്. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടാ, നിന്റെ മുകളിൽ നിന്ന് ഒരാൾ നിന്നെ സമൺ ചെയ്തു കഴിഞ്ഞാൽ നീ വരത്തില്ലേ? തിരിച്ച് ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. എന്നോട് ക്ഷമിക്കണം, നമുക്ക് പോകാം. നിങ്ങൾ എന്തായാലും ടോംസിലേക്ക് പോക്ക്, ഞാൻ വന്നേക്കാം. മേ ബി ചിലപ്പോൾ അക്കാഡമി ഡെപ്യൂട്ടി ആയിരിക്കും എന്നെ സമൺ ചെയ്തിട്ടുള്ളത്, നേരത്തെ സംഭവിച്ച കാര്യത്തിനെ പറ്റി അറിയാനായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും മുന്നിലേക്ക് നടന്നു. അല്ല, ഇതെന്താണ്? ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. പെട്ടെന്നാണ് അവനവിടെ നിന്നത്. ഇത്ര എന്തായാലും മതിയായിരിക്കും. അപ്പോൾ അക്കാഡമി ഡെപ്യൂട്ടി അല്ലല്ലേ എന്നെ വിളിച്ചത്? അതിന് അക്കാഡമി ഡെപ്യൂട്ടി നിന്നെ വിളിച്ചെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞോ? പിന്നെ കാണിക്കുന്നത് അവൻ്റെ സേവർ അവൻ വലിച്ചൊരു എടുത്തതാണ്. നായെ, നീ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാൻ നിന്നെ 4th എക്സാമിനേഷന് വേണ്ടി ചലഞ്ച് ചെയ്യാനായിട്ട് പോകുവാണ്. നിന്റെ 3rd എക്സാമിനേഷൻ കഴിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ എല്ലുകളോടിച്ച് എന്നെ നാണം കെടുത്തിയല്ലേ? 20 ദിവസമാണ് ഞാൻ ഇൻഫോർമേറ്ററിൽ കിടന്നത്.
കാണിച്ചു തരാം. നീ ഒരു എയർലി അസൻഡ് മോസ്റ്റ് ലെവലല്ലേ, നിനക്കെന്നൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നവരെ ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യും. അപ്പം നിനക്ക് പറയാൻ പറ്റത്തില്ലല്ല ഞാനാണ് ഈ ചാലഞ്ചുമായിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവൻ ഞെട്ടിത്തെറിച്ചു പോയി. ഇതെങ്ങനെയാണ്? ഇതെന്തായാലും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. താങ്കളാണ് കേട്ടോ വന്ന് ചോദിച്ച് മേടിച്ചത്. അപ്പോൾ ഇത് 4th എക്സാമിനേഷൻ തന്നെയല്ലേ? ഇതെങ്ങനെയാണ്? ഞാൻ എൻ്റെ 10 സ്റ്റാർ ഫോഴ്സ് സേവർ അറ്റാക്കാണ് ചെയ്തത്. എന്നിട്ട് അവനൊന്ന് ചലിക്കുന്ന പോലും ഇല്ല. പകരം എൻ്റെ ശരീരമാണ് വിറക്കുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ ഇയോണ്ടൊരു അറ്റാക്ക് ചെയ്യും. അവൻ്റെ കൈയായിട്ട് ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവൻ ബാക്കിലേക്ക് ചാടി ഒരു ഗ്യാപ്പും സൃഷ്ടിച്ചു. അവൻ അന്ന് അസിസ്റ്റന്റ് മാസ്റ്റർ ലെവലിൽ ഒരു മേയർ സ്റ്റേജിൽ മാത്രമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇത്തവണ ഈ ഒരു 20 ദിവസം കൊണ്ട് ഇവിടെ എന്താണ് മാറ്റം ഉണ്ടായത്? നിന്റെ സ്കിൽസ് എന്തായാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഒക്കെ കാണിക്ക് നായേ നിന്റെ അഹങ്കാരം. അത് ഞാനിപ്പോൾ തീർത്തരാന്നുണ്ട്. അവൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് വന്നു. എന്നിട്ടാട്ടെ അവൻ്റെ അജയിലുള്ള സേബർ സ്ലാഷ് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നീ എന്തായാലും ഫാസ്റ്റാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇയോൺ തിരിച്ച് ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കാണ് യൂസ് ചെയ്തത്. എൻ്റെ സേബർ എനർജി ഇൻഫ്യൂസ് ആയിട്ടുള്ള അറ്റാക്കാണ് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അവന് സേബർ എനർജി ഉണ്ടോ? അതിനർത്ഥം അവൻ എന്നെപ്പോലെ തന്നെ ഒരു അസിൻ്റെ മോശമായെന്നെല്ലാം പറഞ്ഞിട്ട് അവനെ ബാക്കിലേക്ക് ചാടി. കോപ്പ് പഴയ അറ്റാക്സ് ഒന്നും ഇനി ഇവൻ്റെ അടുത്ത് വർക്ക് ചെയ്യത്തില്ലല്ലോ. ഈ സമയത്ത് തന്നെ ഇങ്ങനോട്ടെ അവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്തുകൊണ്ടുണ്ട്. വീണ്ടും കുറേയധികം അറ്റാക്കുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കിൻ്റെ ബലമായി അവൻ്റെ കയ്യിലുണ്ടെന്ന ഒരു സോഡും തെറിച്ച് പോവുകയും ചെയ്യും. ഇങ്ങനോട്ടെ ഒരു ഗ്യാപ്പ് കാണുകയും പെട്ടെന്നൊരു അറ്റാക്ക് ചെയ്യുന്ന നേരത്ത് അവൻ പറഞ്ഞു, ഞാൻ തോറ്റു, മതി. ഈ സമയത്ത് അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇവൻ്റെ ആ ഒരു സേബർ വന്ന് നിപ്പോണ്ട്. കോപ്പ് അതിനർത്ഥം ഞാൻ 4th എക്സാമിനേഷൻ പാസ്സായെന്നല്ലേ? അതെ നീ പാസ്സായിരിക്കുന്നു. നീ ഇവിടെ ജയിച്ചിരിക്കുന്നു. കോപ്പാണ് നിന്നെ ജയിക്കാൻ വിടത്തിലടാ. നീ നിന്റെ ഗാർഡിൽ ലെറ്റ് ഡൗൺ ചെയ്യുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ നിന്നെ വലിച്ചു കയറും. എങ്കിൽ ഓക്കെ പറ സാർ. അത് തന്നെ പുറകിലേക്ക് എൻ്റെ 10 സ്റ്റാർ എനർജി എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇയറിനെ തൻ്റെ സോഡ് വെച്ചിട്ട് അവൻ മുന്നിലേക്ക് നടന്നു. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്ന് അവനൊരു അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. പക്ഷേ ഇയറിനെ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ വയറ് നോക്കി ഒരു 1 തരം പഞ്ചങ്ങോട്ട് ചെയ്യും. അവൻ നേരെ തെറിച്ച് മുകളിലേക്ക് പോയിട്ട് അതേപോലെ തന്നെ താഴത്ത് വന്ന് വീഴുന്നുകൊണ്ട്. ഇതെങ്ങനെ സാധ്യമായി മാസ്റ്റർ? അവൻ്റെ കയ്യിലുണ്ടെന്ന ആ ഒരു എനർജി ഡിസ്പേസ് ആകുന്നുണ്ട്. നീ ഒരു കള്ളം പറയുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് നിന്റെ കയ്യിൽ ഗ്യാദർ ചെയ്യുന്ന ഒരു എനർജി സ്പ്ലിറ്റ് ചെയ്തിട്ട് മാത്രം പറയാൻ നോക്കുക. കോപ്പ് എൻ്റെ പവർ മാത്രം പോരല്ലേ ഇവനെപ്പോൾ ഡിഫീറ്റ് ചെയ്യാനായിട്ട്? എന്നോട് ക്ഷമിക്ക്. ഞാൻ അപ്പം കള്ളം പറഞ്ഞത്. പക്ഷേ ഇനി ഞാൻ പറയത്തില്ല. എന്നോട് ക്ഷമിക്ക്. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കേൾവിൻ്റെ പിടിക്ക് പറഞ്ഞേക്കാം. എന്താണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് ഇവൻ അവൻ്റെ നെഞ്ചു നോക്കി ഒരു ചവിട്ട് അങ്ങോട്ട് കൊടുത്തത്. ശബ്ദിച്ചു പോകരുത് നായേ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും അത്യാവശ്യം തലയെ കവിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ്. ഇവൻ ബേക്കും ആപാട് വല്ലാത്തൊരവസ്ഥയിലാണ്. കാര്യം പ്രൊഫസർ സാങ്ങയുടെ നിലത്ത് വീണ് കിടപ്പുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്ന സ്വന്തം കൊണ്ട് തന്നെ കുഴികുത്തിയിട്ടല്ലേ. എന്തായാലും പ്രൊഫസർ സാങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള സ്റ്റോറി കേൾക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അവൻ എന്തായാലും പ്രൊഫസർ സാങ്ങിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട്. സ്റ്റുഡൻറ് 7 എന്തായാലും ആവശ്യമില്ലാത്ത അവൻ്റെ പവർ റെക്ലെസ് ആയിട്ട് യൂസ് ചെയ്തില്ല. അവനിപ്പോൾ ചിന്തിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ ടൈമിൽ പ്രൊഫസർ ഹോ പറഞ്ഞു, ശരിയാണ്, പക്ഷെ എന്തായാലും അവനിപ്പോൾ പാസ്സായിട്ടുണ്ട്. അത് ശരിയാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹാങ്ങായിട്ട് ഒരു സാധനം അവൻ്റെ മേശനകത്ത് എടുക്കുകയും ചെയ്യും. അവനെന്തായാലും എത്രയും പെട്ടെന്ന് ഇൻഫോമിലേക്ക് എത്തിക്കൂ. യെസ് സാർ. പിന്നെ ഇനി മുതൽ ഇത് നിൻ്റേതാണ്. അല്ല ഇത് ആ സമയത്ത് തന്നെ ഇവൻ്റെ മെത്തഡ് എന്ന ആ ഒരു ബാഡ്ജ് അവൻ വലിച്ചെടുക്കുകയും ചെയ്യും. കൺഗ്രാജുലേഷൻസ് ഇയോൺ, നീയാണ് 4th എക്സാമിനേഷൻ ഏറ്റവും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു റെക്കോർഡ് ഇനി നിൻ്റേത് മാത്രമാണ്. ഇനി വെറും 2 മാസം കൊണ്ട് ഇവിടെയുള്ള പ്രൊഫസേഴ്സിൻ്റെ റെപ്യൂട്ടേഷൻ്റെ അത്രയ്ക്ക് നീ എത്തുന്നതായിരിക്കും. ക്യാപ്റ്റൻ ഇയോൺ ചിയോൺ. ക്യാപ്റ്റൻ ചിയോൺ, കൺഗ്രാജുലേഷൻ ഓഫ് പാസിംഗ് 4th എക്സാമിനേഷൻ. ഇതാണ് നിന്റെ ഡിമോണിക് മാർബിൾ. അതേപോലെ തന്നെ മറ്റ് 2 മേജറുള്ള ബെനിഫിറ്റ്സും നിനക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ നിനക്ക് പേഴ്സണലുള്ള ഒരു റൂം കിട്ടുന്നതാണ്. ശരിക്കും? അല്ല, നിനക്കത് വേണമെന്ന് തോന്നുന്നു. രണ്ടാമത്തത് നീ നാളെ രാവിലെ 10 മണിയായപ്പോൾ അക്കാഡമി ഫോർജിലേക്ക് ചെന്നാൽ മതി. ഫോർജിലേക്കോ? 4th എക്സാമിനേഷൻ പാസ്സാകാൻ നേരത്ത് നിനക്ക് നിൻ്റെതായ ഒരു വെപ്പൺ യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നിനക്കത് ആവശ്യമായിരുന്നെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു പ്രൊഫസർ ഹോ പറയുകയും ചെയ്യും. യെസ്, ഒരു വെടിക്ക് 2 പക്ഷി തന്നെ. ഗിയോ ആയിട്ട് ആ ഒരു സ്ഥലത്ത് കിടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എനിക്കൊരു സ്വന്തം വെപ്പൺ കിട്ടുകയും ചെയ്യും. നന്നായി.
ഇനി ഞാൻ എന്തായാലും 5th എക്സാമിനേഷന്റെ റൂള് നിന്നോട് പറയാം. 5th എക്സാമിനേഷൻ എന്ന് പറയുന്നത് സീൽഡ് ആയുള്ള ഡിമോണിക് ചെമ്പിൽ കൂടെ കടന്നു വന്നാൽ മതി. എന്നാൽ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവൽ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തിരിക്കണം. ഇതേ സമയത്ത് നമ്മുടെ പ്രൊഫസർ അങ്ങനെയും കൊണ്ട് ഇൻഫോമിലേക്ക് എത്തിയിരുന്നു. ഈ ടൈമിൽ ബേക്ക് പറയുകയും ചെയ്യും. അതുകൊള്ള ഇവനായിരുന്നു പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് കാര്യക്കൊണ്ടിരുന്നത്. അതിനിടക്ക് തന്നെ അവൻ തിരിച്ചു വന്നോ. ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവലിൽ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്യണം. അതിനർത്ഥം അത് ചെയ്തു കഴിഞ്ഞാൽ ഡിമോണിക് കൾട്ടിലെ ടോപ്പ് 100 മാർഷൽ ആർട്സിൽ ഒരാളായി മാറും. ചുരുക്കം പറഞ്ഞ 3 പടി ഞാൻ ഒറ്റയടിക്ക് ചാടണമെന്ന്. അക്കാഡമിയിൽ പലതവണ എക്സാമിനേഷൻ പാസ്സായിട്ടില്ലെങ്കിലും ഒരു ടൈമിൽ 10 പേര് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പാസ്സായിട്ടുള്ളത്. ഒരു അഡ്വൈസ് തരാനാണെങ്കിൽ നീ ഒട്ടും തന്നെ റഷ് ചെയ്യാൻ പാടില്ല. നീ എത്രത്തോളം ഇംപേഷ്യൻ്റ് ആണെന്നോ അത്രത്തോളം ഇത് ഫെയിൽ ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നീ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാസ്റ്റർ ചെയ്യാനായിട്ട് നോക്ക്. എന്തായാലും നിനക്ക് ഞാൻ ലക്ക് നേരുന്നു. താങ്ക് യു സാർ. പിന്നെ കാണിക്കുന്നത് മാനുവൽ ലൈബ്രറിയാണ്. ഇനി എന്തായാലും 3rd and 4th ഫ്ലോറിലെ സാഫയർ സ്റ്റോൺ എനിക്ക് കാണാൻ സാധിക്കും. അല്ല, നിന്റെ നെയിം ബാഡ്ജ് എന്തേ? പെട്ടെന്നാണ് അവനത് മുന്നിലേക്ക് വെക്കുന്നത്. ഞാൻ 4th എക്സാമിനേഷൻ പാസ്സായി. എടാ, അവൻ 4th എക്സാമിനേഷൻ പാസ്സായിരുന്നോ? അത് തുടങ്ങിയത് പോലും ഇല്ലല്ലോ. അവൻ കള്ളം പറയുമായിരിക്കും. പക്ഷെ അവനിരിക്കുന്ന ബാഡ്ജ് ഇതിനു മുമ്പ് ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ട് 4th എക്സാമിനേഷൻ പാസ്സായത് 4 മാസം കൊണ്ടാണ്. പക്ഷെ ഇവൻ എന്നോട് ക്ഷമിക്കണം ക്യാപ്റ്റൻ ചിയോൺ, ഞാൻ താങ്കളെ ആദ്യം മനസ്സിലാക്കിയില്ല. ഒരു കുഴപ്പമില്ല സാർ. അങ്ങനെ ഇവനുടെ 3rd ഫ്ലോറിലേക്ക് കടന്നിട്ടുണ്ട്. 4 മണിക്കൂറോളം എനിക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തായാലും നന്നായി. അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. അവിടെ ഹിയോബോങ്ങും വാണും ബേഗ്ജൊക്കെ അവരുടേതായ രീതിയിൽ അതെല്ലാം പഠിക്കാൻ നോക്കുകയും ചെയ്യും. അവരെന്തായാലും നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് പഠിക്കാൻ നോക്കുന്നത്. തൽക്കാലം എൻ്റെ കാര്യം നോക്കാൻ നമ്മളുണ്ട്. അവരുടെ നടന്ന് ആ ഒരു സാഫിയർ സ്റ്റോണിന്റെ തൊട്ട് വാതിക്കലെത്തി. ഇത് 2nd ഫ്ലോർ വെച്ച് നോക്കിയിട്ട് കംപ്ലീറ്റ്ലി നന്നായിട്ട് തന്നെ കോംപ്ലക്സ് ആണല്ലോ. ഇത് സമയമെടുത്ത് തന്നെ മൊത്തം അനാലിസ് ചെയ്യാനുണ്ട്. ഞാനോ ഇതെന്തായാലും കംപ്ലീറ്റ്ലി കോപ്പി ചെയ്തോളൂ. നമുക്ക് എന്തായാലും പിന്നെ നോക്കാം. പിന്നെ കാണിക്കുന്നത് ആ ഒരു സൗണ്ടാണ്. സ്കാനിങ് കംപ്ലീറ്റ്. ബാക്കിയുള്ളവരെല്ലാവരും അവനെ തലയെ കഴിച്ച് പ്രാഗം ചെയ്യും. ആ നാറി വീണ്ടും വന്നിട്ടുണ്ട്. മൊത്തം 179 ഫസ്റ്റ് റെയിലുള്ള മാർഷൽ ആർട്സ് മാനുവൽ താങ്കൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും 4th ഫ്ലോറിലേക്ക് പോകാം. പിന്നെ കാണിക്കുന്നത് 4th ഫ്ലോറിന്റെ ആ ഒരു സാഫയർ സ്റ്റോൺ ആണ്. അല്ല, ഇതെന്താ മൂർച്ചയുള്ള സോഡ് കൊണ്ട് മുറിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. പക്ഷെ ഈ സ്റ്റോൺ മാത്രം എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? മാസ്റ്റർ, ഈ സാഫയർ സ്റ്റോണിലെ മാർക്സിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് നേരത്തെ കണ്ട സാഫയർ സ്റ്റോൺ വെച്ച് നോക്കാത്ത 2 ഇരട്ടിയാണ്. അത്രയോ? എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അജുമിന്റെ റിയാലിറ്റി വെച്ചുകൊണ്ട് ഇത് നോക്കണമല്ലോ. പക്ഷെ കുഴപ്പമില്ല, പേഴ്സണൽ ട്രെയിനിങ് റൂമുണ്ട്. ഞാനോ തൽക്കാലം എന്തായാലും സ്കാൻ ചെയ്ത് വെച്ചോളൂ. നമ്മൾ പുറത്ത് പോയിട്ട് നോക്കാം. അക്കാഡമിയുടെ ലൈബ്രറിയിലെ മുകളിലേക്ക് ചെല്ലാൻ നേരത്ത് മാനുവൽസ് എണ്ണോ നന്നായിട്ട് കുറയുവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേപോലത്തെ മാനുവൽസ് ശരിക്കും പാടാണ് കിട്ടാനായിട്ട്. ഫ്ലവറിംഗ് ക്ലൗഡ് സോഡ് ടെക്നിക്ക് ഓഫ് ഡിയാൻസിങ് സെറ്റ്, ദി ഗ്രേറ്റ് പ്യൂർ സെക്ട് എനർജി, പ്ലം ബ്ലോസം സോഡ് ടെക്നിക്ക്, മൗണ്ട് ഹോസ് ടെക്നിക്ക്. ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ അസിസ്റ്റന്റ് മാസ്റ്റർ ലെവലിലേക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ പലതും എലൈറ്റ് ഉള്ള കളത്തിൽ നിന്നുമാണ്. ഈ ഓരോ സെറ്റ്സായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ നേരത്ത് ഇതെന്നാലും എനിക്ക് നന്നായിട്ട് തന്നെ ഉപകാരപ്പെടും. ഇവിടെ എന്തായാലും 6 മണിക്കൂറോളം എനിക്കുണ്ട്. സോ എല്ലാം തന്നെ സ്കാൻ ചെയ്യണം. അങ്ങനെ 245 മാനുവൽസ് ആണ് ഇവിടെ സ്കാൻ ചെയ്തിട്ടുള്ളത്. അതിൽ 112 ഡിമോണിക് വരികളിൽ നിന്നാണ്, 83 റൈറ്റസ് ഫാക്ഷനിൽ നിന്നും, 50ഓളം ബാക്കിയുള്ള ഈവിൽ ഫാക്ഷനിൽ നിന്നുമായിരുന്നു. സ്കാനിങ് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് ഇൻഫോർമേഷനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നെ മാത്രമല്ല, എൻ്റെ ഗ്രൂപ്പിലെ ലോവർ സെറ്റിൽ നിന്നുള്ള പലർക്കും ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ക്യാപ്റ്റൻ ചിയോൺ, ഏകദേശം രാത്രിയായിരിക്കുന്നു. അത്രയായോ? എന്നോട് ക്ഷമിക്കണം, ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. കുഴപ്പമൊന്നുമില്ല, താങ്കൾക്ക് പോകാവുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ഹിയോബോങ്ങും ബാക്കിയുള്ളവർ ഞെട്ട് തിരിച്ചിരിക്കുന്നതാണ്. താങ്കൾ 4th ഫ്ലോറിലുണ്ടായിരുന്നോ? കൺഗ്രാറ്റുലേഷൻസ് മൈ ലോർഡ്, താങ്കൾ 4th എക്സാമിനേഷൻ പാസ്സായിരിക്കുന്നു. 4th എക്സാമിനേഷൻ പാസ്സായിരിക്കുന്നു? ഇതൊട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. ലോർഡ് ഇയോൺ ചിയോൺ, താങ്കൾ ശരിക്കും എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതെന്തായാലും ഇന്നത്തെ അവസാനത്തെ രാത്രിയാണ് ഇവിടെയുള്ള. അവസാനത്തെ രാത്രിയോ? മൈലോഡ്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? 4th എക്സാമിനേഷൻ പാസ്സാകാൻ നേരത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു റൂം കിട്ടുന്നതായിരിക്കും. ശരിക്കും? മൈലോഡ്, ഞങ്ങളെ വിട്ടുപോലെന്ന് പറഞ്ഞ് ഹിയോബോങ് ചാടി വീഴാൻ നേരത്ത് നമ്മുടെ ഗിയോ പറയുകയും ചെയ്യും. അതിനർത്ഥം എനിക്ക് സ്വന്തമായിട്ടൊരു റൂം കിട്ടുമെന്നല്ലേ? അങ്ങനെ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ 9 മണിയാണ്. ഒരു മനോഹരമായ സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത്. അതാട്ടെ അക്കാഡമിയിലെ ആ ഒരു ഫോർജ് ആയിരുന്നു. ഒരു സ്പെഷ്യൽ വെപ്പൺ. ഞാൻ കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ആണ്. നീയാണല്ലേ അപ്പോൾ ക്യാപ്റ്റൻ ചിയോൺ? ഞാൻ കേട്ടിരുന്നു നീ റെക്കോർഡ് ടൈമിൽ 4th എക്സാമിനേഷൻ പാസ്സായിരുന്നു. പ്ലഷർ ടു മീറ്റ് യു. അല്ല, ഇവന്റെ ശരീരത്ത് മുടിയൊന്നുമില്ലല്ലോ. അവന്റെ കണ്ണിൽ പിരികില്ല, കൺപീലില്ല, കയ്യിലും കാലിലും ഒരു സ്ഥലത്ത് പോലും ഒരു തുള്ളി ഹെയർ ഇല്ലല്ലോ. ഈ ചൂടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണോ? നീ എങ്ങനെ നോക്കല്ലടാ, ഇതെന്റെ ജോലി കാരണം എനിക്ക് കിട്ടിയതാണ്. കുറെ നേരം ഞാൻ നോക്കിയോ. ഞാൻ സിയോൺ ഓയാണ്, ഡിസെൻഡന്റ് ഓഫ് എസിയോയാണ്. താങ്കളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. എസിയോയുടെ ഡിസെൻഡന്റോ? അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു ലെജൻഡറി ഉള്ള സോട്ട് മേക്കിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓട്ടം പീരീഡിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഓൾമോസ്റ്റ് പകുതി മുക്കാൽ സോട്ട്സും
ടോപ്പ് ഗ്രേഡുള്ള സോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നീ ഇങ്ങനെ തുറച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ആൻസിസ്റ്റേഴ്സിന് അത്രയും കഴിവൊന്നും എനിക്കില്ലടാ. പക്ഷേ അവരുടെ രക്തം തന്നെ താങ്കളുടെ ഉള്ളിലൂടെ പോകുന്നത് താങ്കൾക്ക് എന്തായാലും അതിൽ കൂടുതൽ കഴിവ് കാണുന്നതായിരിക്കും. നിനക്കൊരാളെ പറഞ്ഞു വീഴ്ത്താൻ അറിയാലേ. നീ ഇപ്പോ സോഡും സൈബറും യൂസ് ചെയ്യുമല്ലേ? അപ്പൊ രണ്ടു തരത്തിലെ വെപ്പൺ താങ്കൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒരെണ്ണം മാത്രമേ താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരെണ്ണം മാത്രമോ? അപ്പൊ ഞാൻ എന്ത് ഡിസൈഡ് ചെയ്യും? കോപ്പ്, എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഡിമോണിക് ലോഡ് സോഡ് ആർട്ട് ചെയ്യാനായിട്ട് എനിക്ക് നല്ലൊരു വെപ്പൻ്റെ തന്നെ ആവശ്യമുണ്ട്. ഞാനത് മേളിൽ ചെയ്തപ്പോൾ തന്നെ ഈ സോഡ് ഫുള്ള് സ്ക്രാച്ച് ആയിട്ട് മാറി. ഇതെന്റെ സെക്കൻഡ് ഫോം വരെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, സോഡ് മതിയാകും. അതെന്തായാലും നല്ലൊരു ചോയ്സ് തന്നെയാണ്. സത്യം പറഞ്ഞാണെങ്കിൽ സേബറിനെ കണ്ടും നന്നായിട്ട് എനിക്ക് സോഡ് ഫോർജ് ചെയ്യാനായിട്ടാണ് അറിയാവുന്നത്. അല്ല, എനിക്ക് എൻ്റെ ടെക്നിക്ക് ഇനി കാണാൻ പറ്റുമോ? വേറൊന്നും കൊണ്ടല്ല, നീ ചെയ്യുന്ന ടെക്നിക്ക് വെച്ച് വേണം നിന്റെ സോഡ് എനിക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട്. അതിൻ്റെ വെയിറ്റും ഹൈറ്റും നീട്ടവും എല്ലാം തന്നെ മാറ്റാനായിട്ട്. അങ്ങനെയാണോ? എങ്കിലും പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു സോഡ് അവൻ എടുക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ്റെ ഫൈറ്റിംഗ് സ്റ്റാൻസിലേക്ക് മാറും. ഇവർ ശരിക്കും ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലേ. അടുത്ത സെക്കൻഡ് തന്നെ ഈയൊട്ടെ അവൻ്റെ ഒരു അറ്റാക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അദ്ദേഹം ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ആ ഒരു പവർ അദ്ദേഹത്തിൻ്റെ ചുറ്റിനും വന്നു കൂടി. ഇത് ഇത്ര മതിയാകുമോ? മതി. അല്ല പക്ഷേ ഞാനിത് എങ്ങനെ നിന്നോട് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിനക്ക് വേണ്ടി ഒരു സോഡ് ഉണ്ടാക്കി തരുന്നത് സാധ്യമല്ല. അല്ല, സാധ്യമല്ലെന്നോ? താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? നിന്റെ സോഡൊന്ന് കാണിക്കുമോ? അടുത്ത സെക്കൻഡ് തന്നെ അവനെ ചുറ്റുകെടുക്കുന്നുണ്ട്. എന്നിട്ട് നൈസിലൊന്ന് കൊട്ടുന്നേള്. ആ സമയത്ത് തന്നെ അത് പൊട്ടിത്തെറിച്ചു പോയി. അതൊന്ന് കൊണ്ടതേള്. ആ ഒരു ഭാഗം മാത്രമല്ല, ആ സോഡ് കംപ്ലീറ്റ്ലി തന്നെ ഡിസ്ട്രോയ് ആയി പോയിരിക്കുന്നു. സാധാരണത്തിലുള്ള ഒരു സോഡ്സിനും നിന്റെ ടെക്നിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പോൾ അത് കുറച്ചുകൂടെ കട്ടിയായിട്ട് ഉണ്ടാക്കിയാൽ പോരെ? മതി. സാധാരണ ടെക്നിക്കാണെങ്കിൽ മതി. പക്ഷെ നിന്റെ ടെക്നിക്ക് അതങ്ങനെയല്ല. നിന്റെ ടെക്നിക്കിന് വേണ്ട സോഡിന് എങ്ങനെ പോയാലും ഒരു ഫ്രോസ്റ്റ് അയൺ തന്നെ ആവശ്യമാണ്. ഫ്രോസ്റ്റ് അയൺ എന്ന് പറയുന്നത് നോർത്തേൺ സീയിൽ മാത്രമുള്ള ഒരു കോൾഡ് എനർജി ഇമ്പ്യൂർഡ് ഉള്ള ഒരു അയണാണ്. അത് ആവറേജ് അയൺ വെച്ച് മാത്രമല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇത് റെയർ ആയിട്ടുള്ള ഒരു മെറ്റലായിട്ട് തന്നെ വാർഡൻ റാങ്കിലുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കാറുള്ളൂ. എനിക്കറിയാമായിരുന്നു ഡിമോണിക് ലോഡ് ഇത്രത്തോളം സ്ട്രോങ് ആണെന്ന്. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നോട് ക്ഷമിക്കണം. എന്തായാലും താങ്കളെ സോഡ് ടെക്നിക്ക് കണ്ടിട്ട് എനിക്ക് എന്തായാലും അത് കൺഫേം ആയിട്ടുണ്ട്. എനിക്ക് താങ്കളെ സഹായിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വാർഡൻ റാങ്കിലേക്ക് മാറണമല്ലേ. അതെന്തായാലും രണ്ടാമത്തെ കാര്യം, താങ്കൾക്ക് താങ്കളുടെ സേബർ ടെക്നിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ നോക്കാം. ഭാഗ്യത്തിന് എൻ്റെ ഡാൻസിങ് മോഡൽ ടെക്നിക്കിന് ശേഷം അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹത്തിന് എനിക്ക് വേണ്ടി ഒരു സേബർ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനുശേഷം അഡമന്യ സ്റ്റോൺ റൂമിലേക്ക് ഞാൻ എത്തി. ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ ആൾക്കാരെ എനിക്ക് സെൻസ് ചെയ്തിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പല സ്റ്റുഡൻസും ഇപ്പോൾ അസെൻഡന്റ് മാസ്റ്റർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവർ പിന്നിലേക്ക് എനിക്ക് പോകാൻ ഒരു താല്പര്യമില്ല. ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പീക്കിലേക്ക് എത്തണം. അല്ല, ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ കഴിക്കണോ അതോ ഒറ്റക്കൊറ്റ കഴിക്കണം? പോകാൻ പറ. രണ്ടും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു 2 ഡിമോണിക് മാർബിളും അവൻ്റെ അടുത്ത് വിഴുങ്ങുകയും ചെയ്യും. ആസ് യൂഷ്വൽ അതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം മോശം തന്നെയായിരുന്നു. മാസ്റ്റർ, ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ലാർജ് എനർജി താങ്കളുടെ ബൗളിലേക്ക് കയറുന്നു. താങ്കളുടെ പ്രഷർ പോയിന്റിലൂടെ 14 മെറിഡിയൻസിലും അത് ആംപ്ലിഫൈ ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ മതി, എനിക്ക് വേദനിക്കും. അതെ, പോയിസൺ സെക്ടിൻ്റെ ഫൗണ്ടറുള്ള യുബെക്, അദ്ദേഹത്തിനാണ് ലോർഡ് ഓഫ് ദി മില്യൺ പോയിസൺസ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പോയിസണിൽ മാത്രമല്ല മെഡിസിനിലും അതേപോലെ നോളജുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു ഡിമോണിക് മാർബിൾ ക്രിയേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് തന്നെ പലർക്കും ഇത് വലിയൊരു ഉപകാരമായി മാറി. പിന്നെ കാണിക്കുന്ന ഇയോണാട്ടെ അവൻ്റെതായ അറ്റാക്കുകൾ യൂസ് ചെയ്യുന്നതാണ്. മാസ്റ്റർ, താങ്കളുടെ വിട്രിബ ഇഞ്ചേർഡ് ആയിരിക്കുന്നു. താങ്കളുടെ ഡെഡ് സെൽസിനൊക്കെ ഇവിടുന്ന് ഇജക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ്റെ ചോരയൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. കോപ്പ്, ഞാനും ഇല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം മുഴുവനിപ്പോൾ പൊട്ടി ഞാൻ ചിതറി മരിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ ആ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെ കുറേയധികം സമയം കടന്നുപോയി. അവൻ്റെ ശരീരത്തുണ്ടായിരുന്ന 14 മെറിഡിയൻസിൻ്റെ അകത്ത് നിന്ന് ചോര പുറത്തേക്ക് വന്നു. ഒരേ ഒരു സെക്കൻഡ് എൻ്റെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ബോധം ഉറപ്പായിട്ടും പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. 2 ഡിമോണിക് മാർബിൾ കഴിച്ചുകൊണ്ട് തന്നെ ഇയോൻ്റെ ആ ഒരു 14 മെറിഡിയൻസ് ഭയങ്കര അപ്സെറ്റാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ കാണിച്ചു. അവിടെ മുഴുവൻ രക്തക്കറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ മരിക്കേണ്ടതായിരുന്നു. കോപ്പ്, ഇനി എന്തായാലും ഓവർ ഡോസായിട്ട് ഞാൻ ഒന്നും തന്നെ എടുക്കത്തില്ല. പക്ഷേ എത്രത്തോളം ഇന്നൽ എനർജി ഞാൻ ഗ്യാദർ ചെയ്ത് കാണും. എൻ്റെ രൂപം ശരിയാണെങ്കിൽ 40 വർഷം. പക്ഷേ പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. ഇതെങ്ങനെ പോസിബിളേ? 60 വർഷത്തോളമുള്ള ഇന്ത്യൻ എനർജി ഉണ്ടല്ലോ ഞാൻ ഗ്യാദർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല എൻ്റെ ഇന്ത്യൻ പവേഴ്സ് കുറച്ചുകൂടെ വ്യക്തമായി തന്നെ ഫ്ലോ ആകുന്നുണ്ട്.
അതെന്തായാലും നന്നായി. ഇനി എന്തായാലും എൻ്റെ ടെക്നിക്സൊക്കെ എനിക്കിനി 2 ഇരട്ടി പവർ തന്നെ ചെയ്യാൻ സാധിക്കും. അത് കഴിയാൻ നേരത്ത് അവൻ്റെ വിരലുകൾ പൊക്കിയിട്ട് അതങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സോഡ് എനർജി ശരിക്കും ലോങ്ങറും തിക്കറായി മാറിയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പ്രൊഫസർ ഹോയിനെ കിട്ടുന്നിട്ട് ഇപ്പം എനിക്ക് സോഡ് എനർജി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ്. പക്ഷേ ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവലിൻ്റെ ഒരു അവേക്കിംഗ് സ്റ്റേജിലേക്ക് എനിക്കെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് ബിൽഡ് ചെയ്താൽ മാത്രം മതി. ഇനി എന്തായാലും ഡിമോണിക് ലോഡ്സിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം. ഞാനോ 3rd ഫ്ലോറിലെ സാഫയർ സ്റ്റോണിലുള്ള ആ ഒരു QA കൾട്ടിവേഷനും ഇന്നർ പവേഴ്സും മാത്രം ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് എനിക്ക് അയച്ചേ. അതിനുശേഷം മാത്രം ഡിമോണിക് ലോഡിന് സോഡായിട്ട് അയച്ചാൽ മതി 3rd സ്റ്റോറിൽ നിന്നുള്ള. അങ്ങനെ അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അന്ന് ഫ്ലിഞ്ച് ആകുന്നത് മാത്രമേ ഉള്ളൂ. ഞാനോ ഡിമോണിക് ലോഡ് സോഡായിട്ട് കൗണ്ടർ ചെയ്യാനായിട്ട് ആ ടെക്നിക്കിന് എത്ര നേരം എടുത്ത് കൗണ്ടർ അറ്റാക്ക് ഡിമോണിക് ലോഡിൻ്റെ സോഡായിട്ടിനെ ഡിസ്പ്രക്ട് ചെയ്യാനായിട്ട് ഏകദേശം 93 ട്രൈ എടുത്ത്. 93 ട്രൈയോ? വെറുതെ അല്ല ആ ഒരു സ്റ്റോണിൽ അത്രയധികം മാർക്കിങ്സ് ഉണ്ടായിരുന്നത്. അതിനർത്ഥം ഡിമോണിക് ലോഡിൻ്റെ ഈ ഒരു ആർട്ട് മറ്റ് 2 ആർട്ടിനെ വെച്ച് നോക്കാത്തത് ശരിക്കും സ്ട്രോങ്ങർ ആയിരിക്കണമെന്നാണ്. ഞാനോ ആ ഒരു 3rd കോഡിഫൈങ് ഫോം മാത്രം ബോഡിയിലേക്ക് അയക്കാൻ സാധിക്കുമോ? മാസ്റ്റർ, താങ്കൾ താങ്കളുടെ ലിമിറ്റിലെത്തിയിരിക്കുന്നു. ഇനി താങ്കളുടെ ഇൻഫർമേഷനിലേക്ക് അയച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മസിൽസിനും ടെൻഡോൺസിനും അത് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. അത് ഗ്രോത്തിനെ സ്റ്റണ്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്റ്റണ്ടോ? അല്ല, നിനക്കത് ചെയ്യാൻ സാധിക്കുമല്ലോ. ചെയ്യാൻ സാധിക്കും, പക്ഷേ താങ്കളുടെ ഹൈറ്റിന് അതൊരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. താങ്കളുടെ ബോഡിയിൽ അത് കംപ്ലീറ്റ്ലി ഒരു സ്ട്രെയിൻ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ഒരു തവണ താങ്കൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണോ? അതെന്തായാലും നല്ല സ്ട്രോങ്ങർ ആണെന്ന് എനിക്കറിയാം. സോ ഞാൻ ശരിക്കും ക്യൂരിയസ് ആണ്. എന്തായാലും എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത സെക്കൻഡ് തന്നെ അവനത് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യാൻ നേരത്ത് അവൻ പല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ശരീരം മുഴുവൻ വേദന എടുക്കുന്നത് അവന് മനസ്സിലാകുന്നുണ്ട്. അവൻ്റെ കയ്യിലും കയ്യിലുള്ള എല്ലാ മസിൽസ് പൊട്ടിപ്പോകുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അധികമൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് തന്നെ അവൻ നിർത്തി. എന്നിട്ട് നേരെ മുട്ടുകൊത്തി താഴത്തേക്ക് വീണു. മാസ്റ്റർ, താങ്കളുടെ മസിൽസ് കംപ്ലീറ്റ്ലി റപ്ചർ ആയിരിക്കുന്നുണ്ട്. എമർജൻസി റിജനറേഷൻ മോഡ് ഇപ്പോൾ കൊമേഴ്സ് ചെയ്യുന്നു. കോപ്പ്, അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാതെ യൂസ് ചെയ്തിട്ട് എൻ്റെ മസിൽസിനൊന്നും മേലെ നിൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പക്ഷേ അപ്പോഴാണ് അവൻ ഞെട്ടിയത്. കാര്യം അവനത് ട്രാൻസ്ഫർ ചെയ്യാതെ യൂസ് ചെയ്തിട്ട് പോലും ആ ഒരു സ്റ്റോണിൽ മുഴുവൻ അവിടെ പാടുകൾ, പെർമനൻ്റ് ആയുള്ള പാടുകൾ സൃഷ്ടിച്ചു. പ്രോപ്പർലി യൂസ് ചെയ്തിട്ട് പോലും ഇത്രയധികം പാടുകൾ എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. വെറുതെ അല്ല 93 ട്രൈസ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ കൗണ്ടർ അറ്റാക്ക് അതെന്തുമാത്രം സ്ട്രോങ്ങർ ആയിരിക്കും. എൻ്റെ മസിൽസ് റിക്കവർ ചെയ്ത് നടത്തി എനിക്ക് ഒന്നുടൻ ചെയ്ത് നോക്കണം. പിന്നെ കാണിക്കുന്നത് അവൻ അത് ചെയ്ത് നോക്കുന്നതാണ്. പക്ഷേ വേദന അതൊട്ടും സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അവൻ്റെ ശരീരം വലിച്ചു കീറുന്ന വേദനയായിരുന്നു അവനുണ്ടായിരുന്നത്. എങ്കിൽ കൂടിയും ആ ഒരു ടെക്നിക്ക് കംപ്ലീറ്റ്ലി ഇൻക്രെഡിബിൾ ആയിരുന്നു. ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിനെ ഓർഡിനറി സോഡിൻ്റെ ഫോർമേഷൻ യൂസ് ചെയ്ത് അതൊരു കോമ്പിനേഷനാക്കി ഡിസ്ട്രപ്റ്റ് ചെയ്തിരിക്കുന്നു. അത് നിയർലി ഇമ്പോസിബിൾ ആണ്. ഡിമോണിക് ലോഡ് സോഡ് ആർട്ടിനെ ഓർഡിനറി സോഡ് ഫോമിൻ്റെ കോമ്പിനേഷൻ വെച്ചുകൊണ്ടാണ് ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ബോഡിക്ക് വലിയ സ്ട്രെയിൻ ഒന്നുമില്ല. എന്തായാലും ഒരു ആവറേജ് ആയുള്ള സോഡ്സ്മാനൊന്നും ഇതെന്തായാലും മാസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര അതേ എഫേർട്ട് 3rd ഫ്ലോറിന് വേണമെന്നുണ്ടെങ്കിൽ 4th 5th കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനോ 4th ഫ്ലോറിലെ സഫർസിനുള്ള ആ ഒരു കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോം തലയിലേക്ക് അയച്ചോളൂ. അങ്ങനെ അത് വഹിക്കുന്നുണ്ട്. അവനായിട്ട് അത് വീണ്ടും യൂസ് ചെയ്ത് നോക്കുകയും ചെയ്യും. പക്ഷെ മനസ്സിലാണെന്ന് മാത്രം. ഈ സമയത്ത് തന്നെ അവനൊരു കാര്യം മനസ്സിലായി, എന്തൊന്നും ശരിയല്ല. കാര്യം അവൻ്റെ എൻഡ് കാണാൻ സാധിക്കുന്നില്ല, ഒരു ഗോൾ കിട്ടുന്നില്ല. അടുത്ത സെക്കൻഡ് തന്നെ അജുവിൻ്റെ റിയാലിറ്റി മോഡ് യൂസ് ചെയ്ത് 2 പേരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരാൾ ഡിമോണിക് ലോഡിൻ്റെ സോഡായിട്ടുള്ള 4th കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോമും മറ്റൊരാളായിട്ട് ആ ഒരു അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്കിൻ്റെ 4th കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോമും യൂസ് ചെയ്യും. അങ്ങനെ ആ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ 2 പേരുടെ സോഡ് ഒരേപോലെ തന്നെ പൊട്ടിപ്പോയി. ഇത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. കാര്യം ഇത്തവണ ഡിമോണിക് ലോഡ് സോഡായിട്ടിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അതിനെ കൊണ്ട് സാധിച്ചില്ല. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നതും.